കൂട്ടുകാരെ, കുറച്ച് ദിവസത്തെ മഴ കാരണം എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യരും മണ്ണിടിച്ചിൽ കാരണം വെള്ളപ്പൊക്കവും കാരണം ഉരുൾപൊട്ടിയും ഒരുപാട് ബുദ്ധിമുട്ടുന്നു, പ്രയാസപ്പെടുന്നു. നമ്മൾ ഈ ദുരിതങ്ങളെല്ലാം മൊബൈൽ വഴിയായാലും TV വാർത്തകളിലൂടെ ആയാലും നമ്മൾ കാണുന്നുണ്ട്. ഇത് നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനൊരവസ്ഥ വരുമ്പോൾ നമുക്ക് വല്ലാത്ത മാനസികമായിട്ടുള്ള വല്ലാത്ത വിഷമമാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഒരു ചെറിയ വീഡിയോയ്ക്കകത്ത്, ഷോർട്ട് വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ വീടിൻ്റെ കുറച്ചപ്പുറത്ത് അടുത്ത് തന്നെ വയൽ ഭാഗത്ത് കുറച്ച് വീടുകളുണ്ടെന്ന്. ആ വീടുകളുടെയൊക്കെ അവസ്ഥ ഇപ്പം വെള്ളത്താൽ അവർ ദുരിതാശ്വാസ ക്യാമ്പിലോട്ട് മാറിയേക്കുക. ഇപ്പം അവരുടെ ചുറ്റിലുമുള്ള വയൽ ഭാഗമായത് ആകെ വെള്ളത്താൽ ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുകയാണ്. ഇന്ന് പിന്നെ കുറച്ച് ഉച്ച കഴിഞ്ഞതിന് ശേഷം മഴയ്ക്ക് കുറച്ച് ആശ്വാസമുണ്ട്. ഈ അവസ്ഥ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു വിഷമമാണ്. ഇനിയും മഴ തുടർന്നുകൊണ്ടിരുന്നാൽ ഈ ഭാഗം മൊത്തവും റോഡുകളിലായാലും ഈ ഭാഗം മൊത്തവും വെള്ളം കയറി നിറഞ്ഞ് പിന്നെ ഗതാഗത മാർഗം പോലും മുടങ്ങിപ്പോവും. വെള്ളം കയറാൻ റോഡും കരയുമായിട്ട് വലിയ ദൂരമൊന്നുമില്ല. ഒരു 2 ഇഞ്ച് ദൂരമേ ഉള്ളൂ. അതിനുള്ളിൽ ഈ റോഡെല്ലാം മുങ്ങി മനുഷ്യന് വണ്ടി ഓടിച്ച് പോകാനോ ഗതാഗത മാർഗങ്ങൾക്ക് യാതൊരു എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടായിരിക്കും കൂട്ടുകാരെ. ഇതൊക്കെ കണ്ടില്ലയോ ഇവരുടെയൊക്കെ അവസ്ഥ? അത് വെച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്കൊന്നും ഇത്രയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ല. മഴ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹമെങ്കിൽ പോലും മഴ ഇങ്ങനെ പെയ്തു കഴിഞ്ഞാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ആൾക്കാർ നേരിടേണ്ടി വരുന്നതെന്നറിയാവോ? അതുകൊണ്ട് അങ്ങറ്റം വള്ളത്തിലും ആൾക്കാർ തുഴയുന്നുണ്ട്, കണ്ടോ? വള്ളവും അങ്ങേ കരയിലും എല്ലാ ആൾക്കാരുള്ള ഭാഗങ്ങളാണ് വീടുകളും. എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ്. വെള്ളം കൊണ്ട് നിറഞ്ഞു കിടക്കുക ഇവിടെ എല്ലാം. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ്. റോഡും വീടും ഒക്കെ ആയിട്ട് മനുഷ്യൻ ഏറെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇനിയും മഴ തുടർന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം ഭയങ്കരമായ വെള്ളപ്പൊക്കമാവും. അത്രയ്ക്ക് വെള്ളത്താൽ നിറഞ്ഞ് കിടക്കുക നമ്മുടെ ചുറ്റുപാടും. ഇവിടെ ഉള്ളവരൊക്കെ വല്ലാത്ത വിഷമത്തിലാണ്. നമുക്കും ഇത് കാണുമ്പോൾ വല്ലാത്ത മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും.